ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ബൈ ഫ്രണ്ട്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു യാത്രാ വ്ലോഗാണ്. അല്പ സാഹസികതയും മനസ്സിന് ആനന്ദവും പ്രദാനം ചെയ്യുന്ന ഒരു മനോഹര യാത്ര. അതെ, പത്തനംതിട്ട ജില്ലയുടെ ടൂറിസം മാപ്പിലേക്ക് വളരെ വേഗത്തിൽ പരിചിതമായിക്കൊണ്ടിരിക്കുന്ന അഞ്ചുമലപ്പാറയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വളരെ ദൂരെ നിന്ന് തന്നെ ഈ പാറ ശിരസുയർത്തി നിൽക്കുന്നത് ഇതിന്റെ വലിപ്പം എത്രത്തോളമുണ്ട് എന്ന് നമ്മെ കാട്ടിത്തരും. പത്തനാപുരത്തു നിന്നും പുതുവൽ ജംഗ്ഷനിലൂടെ മീനം LPS സ്കൂൾ വഴി വേഗത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാം. എതിർവശത്തു നിന്ന് വരുന്നവർക്ക് അടൂർ, ചെളുക്കുഴി, കുന്നട വഴിയും ഇവിടേക്ക് എത്തിച്ചേരാം. വാഹനം താഴെ പാർക്ക് ചെയ്തതിനു ശേഷം മലയുടെ മുകളിലേക്ക് കയറി തുടങ്ങി. മലയുടെ ഏറ്റവും ഉയരത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. കുന്നിന്റെ ഒരു ഭാഗത്ത് റബ്ബർ എസ്റ്റേറ്റും മറുഭാഗം മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ചെറു കാടുകളും ഇടയിലുള്ള പനകളും കാഴ്ചയ്ക്ക് മനോഹാരിത കൂട്ടും. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വഴികളിൽ ചെറു പാറ കഷ്ണങ്ങളും വേര് പടലങ്ങളും ഒരു ചെറിയ ട്രക്കിങ്ങിനെ അനുസ്മരിപ്പിക്കും. വൃക്ഷങ്ങളുടെ നിഴലുകൾ വഴികളിൽ ഒരു പുതിയ ഭാവം സൃഷ്ടിക്കുന്നു. വെളിച്ചത്തിനൊപ്പം ഇരുട്ടിനും തുല്യമായ സൗന്ദര്യമുണ്ടെന്ന് അത് ശാന്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മലമുകളിലേക്ക് കയറുന്ന പാതയിൽ ഓരോ കല്ലുകളും വേരുകളും ഓരോ പടവുകൾ പോലെ തോന്നും. വൃക്ഷലതാദികൾ നമ്മെ മുകളിലേക്ക് കൈപിടിച്ചാനയിക്കും. നൂൽ പോലെ നീളുന്ന വൃക്ഷശാഖകളും അനേകം കാൽപ്പാടുകൾ പതിഞ്ഞ മൺവീതിയും നമ്മെ വഴികാട്ടും. മുകളിലെത്തിയാൽ കാഴ്ചകൾ മാറുന്നു. നഗരവും ഗ്രാമവും മലയും പാടവും ജലാശയങ്ങളും ഒരേ ഫ്രെയിമിൽ മുന്നിൽ തെളിയുന്നു. രണ്ട് ജില്ലകളായ പത്തനംതിട്ടയുടെയും കൊല്ലത്തിന്റെയും വിശാലമായ കാഴ്ചകൾ ദൃശ്യമാകും. താഴ്വാരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ചെറിയ തീപ്പെട്ടിക്കൂടുകൾ പോലെ കാണാം. ഇത് നമ്മൾ നിൽക്കുന്ന ഉയരത്തിനെ സൂചിപ്പിക്കുന്നു. അഞ്ചുമലപ്പാറ ഈ പ്രദേശത്തിലെ ഏറ്റവും ഉയർന്ന മലകളിലൊന്നാണ്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനായി ധാരാളം യാത്രികർ ഇന്ന് ഇവിടെ എത്താറുണ്ട്. കൊല്ലവും പത്തനംതിട്ടയും തമ്മിൽ കൈകോർത്തു നിൽക്കുന്ന ഏനാദിമംഗലത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ അഞ്ചുമലപ്പാറ. പ്രകൃതിയുടെ ഒരു മഹാകാവ്യം പോലെ
5 മലകളുടെ അധിപനായി മൗനത്തോടെ ശിരസുയർത്തി നിൽക്കുന്ന അഞ്ചുമലപ്പാറ പത്തനംതിട്ടയുടെ അഭിമാനമായി കാലഘട്ടങ്ങൾക്ക് സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്നു. ഈ പാറ വളരെ വലുതാണ്. മുകളിൽ സമതലമായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു ലോകം. 2 വലിയ പാറകളുടെ കൂട്ടായ്മ. ഒന്ന് മറ്റേതിനേക്കാൾ ഉയരമുള്ള സഹോദരനെ പോലെ. അടുത്തായി ഒരു വലിയ താഴ്ച. ഒരു കാലത്ത് ഇതിൽ നിന്നും വേർപിരിഞ്ഞു പോയ പാറയുടെ ഓർമ്മകൾ. പാറമുകളിലെ പുല്ലുകൾ ചിതറിയ അലങ്കാരങ്ങൾ പോലെ കാണപ്പെടുന്നു. പാറയുടെ നെഞ്ചിൽ ഒരു ചെറിയ കുളം. കടുത്ത വേനലിലും വറ്റാത്ത ഒരു നീരുറവ. പ്രകൃതിയുടെ ഒരു നിഗൂഢ രഹസ്യം പോലെ. പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രവുമായി ഈ കുളത്തിന് ആത്മബന്ധമുണ്ടെന്നാണ് നാട്ടുവിശ്വാസം. പ്രകൃതിയുടെ സൗന്ദര്യവും നാട്ടുവിശ്വാസങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരു അപൂർവ ഇടമാണിത്. കുളത്തിന്റെ തീരത്ത് പച്ചപ്പിന്റെ ഒരു നിശബ്ദ പുഞ്ചിരിയുണ്ട്. നനവേറ്റ പച്ചപ്പുല്ലുകൾ മൃദുവായ പായ പോലെ കുളത്തിന്റെ അരികെ വിരിഞ്ഞു കിടക്കുന്നു. വെള്ളത്തിന്റെ തണുപ്പ് തൊട്ടറിഞ്ഞു വളർന്നതുപോലെ അവയ്ക്ക് ഒരു പ്രത്യേക പുതുമയും ജീവനും. എന്നാൽ അല്പം മാറിയാൽ അതേ പാറയുടെ മറ്റൊരു മുഖം. വരണ്ടുണങ്ങിയ പുല്ലുകൾ, തളർന്ന സ്വപ്നങ്ങളെ പോലെ. ഒരു പാറ, 2 കഥകൾ. ജലത്തിന്റെ കരുണയിൽ വളരുന്ന കുളത്തിലെ പച്ചപ്പുല്ലുകൾ. എന്നാൽ മറ്റൊരു ഭാഗത്ത് വെയിലിന്റെ വിധിയിൽ കരിഞ്ഞു പോയ വരണ്ട പുല്ലുകൾ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലോകവും. ഒരു സമൂഹം, 2 ജീവിതങ്ങൾ. സമ്പത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും 2 മുഖങ്ങൾ. പാറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് നിശബ്ദമാണെങ്കിലും ശക്തമായൊരു സാന്നിധ്യം പോലെ തോന്നും. കാറ്റ്, വെള്ളം, പച്ചപ്പ് എല്ലാം കൂടി സാക്ഷ്യം പറയുന്നത് പോലെ. കാലം മാറിയാലും ആളുകൾ മാറിയാലും സത്യം കൈവിടാതെ നിലകൊള്ളുന്ന പാറ. അതാണ് അഞ്ചുമലപ്പാറ എന്ന നാട്ടുവിശ്വാസം. വർഷങ്ങൾക്ക് മുൻപ് ഈ പാറയും അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും തണ്ണിക്കൽ കുടുംബത്തിന്റെ സംരക്ഷണത്തിലായിരുന്നു. അവർ പാറയ്ക്ക് ചുറ്റുമുള്ള ഭൂമിയിൽ നെൽകൃഷി ആരംഭിച്ചു. വിളവെടുപ്പ് സമയത്ത് വിളഞ്ഞ നെല്ല് മുഴുവനും ഉപയോഗശൂന്യമാണെന്ന് തോന്നിയതിനാൽ അവർ അത് അവിടെ തന്നെ ഉപേക്ഷിച്ചു. ദിവസങ്ങൾക്ക് ശേഷം പശുക്കൾക്ക് തീറ്റയ്ക്കായി വന്ന ചിലർ അവിടെ എത്തിയപ്പോൾ ഉപേക്ഷിച്ചിരുന്ന നെല്ല് വീണ്ടും നല്ല നിലയിൽ വളർന്നതായി ശ്രദ്ധിച്ചു. പിന്നീട് അളന്നു നോക്കിയപ്പോൾ നെല്ലിന്റെ അളവ് 1000 തൂണി എന്ന അളവിനേക്കാൾ കൂടുതലാണെന്ന് രേഖപ്പെടുത്തി. ഇതോടെയാണ് ഈ മലയ്ക്ക് 1000 തൂണി മല എന്ന പേരുകൂടി ലഭിക്കുവാൻ കാരണമെന്നാണ് അറിയപ്പെടുന്നത്. വൈകുന്നേരത്തിന്റെ ആകാശം ഒരു ചിത്രകാരന്റെ ക്യാൻവാസ് പോലെയാണ്. ആദ്യം ശാന്തമായ നീല നിറം, പിന്നീട് മൃദുവായി ചുവപ്പിലേക്ക് വഴിമാറി അവസാനം പതുക്കെ കറുപ്പിന്റെ ആഴത്തിലേക്ക് ലയിച്ചു പോകുന്നു. പെയിന്റുകൾ ഒന്നൊന്നായി കലർന്നൊഴുകുന്നത് പോലെ. ഈ പാറ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം അതിരാവിലെയും വൈകുന്നേരങ്ങളിലുമാണ്. ഇവിടെ നിന്നുകൊണ്ട് സൂര്യോദയവും സൂര്യാസ്തമയവും നമുക്ക് വീക്ഷിക്കാം. സൂര്യൻ മലനിരകൾക്കപ്പുറം മറഞ്ഞെങ്കിലും അഞ്ചുമലയുടെ കാഴ്ചകൾ അപ്പോഴും മങ്ങുന്നില്ല. ആകാശത്ത് മൃദുവായി പടരുന്ന നീലയും ഓറഞ്ചും കലർന്ന നിറങ്ങൾ,
നിശബ്ദമായി ഒഴുകുന്ന സന്ധ്യയുടെ അവസാന വെളിച്ചം. താഴെ ദൂരെയായി കാണുന്ന ഗ്രാമങ്ങൾ ചെറിയ വിളക്കുകളായി മിന്നിത്തുടങ്ങുന്നു. കുന്നിൻ മുകളിൽ കാറ്റ് മന്ദമായി തലോടുമ്പോൾ പാറകളും പാതകളും ശാന്തമാകുന്നു. ഇത് പൂർണ്ണമായ ഇരുട്ടുമല്ല, പൂർണ്ണമായ വെളിച്ചവുമല്ല. രണ്ടിനുമിടയിലെ അതിമനോഹരമായൊരിടവേള. പ്രകൃതി ഉറക്കത്തിലേക്ക് ചായുന്ന ആ മായ ലോകം. ഇത്തരം നിമിഷങ്ങൾ അനുഭവിക്കാൻ കഴിയുക ഭാഗ്യമാണെന്ന് തോന്നിപ്പോകും. കാലം അല്പം നിശ്ചലമാകുന്നത് പോലെ, മനസ്സ് സ്വതന്ത്രമാകുന്നത് പോലെ. അഞ്ചുമലപ്പാറ. പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അകലെ നീളുന്ന കുന്നുകളും താഴ്വരകളും, പച്ചയിൽ മുങ്ങിയ ഗ്രാമങ്ങളും, മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന ആകാശവും, സന്ധ്യയുടെ പൊൻനിറത്തിൽ ചായുന്ന സൂര്യനും, ഇവയെല്ലാം ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയുന്ന ഒരു അപൂർവ സ്ഥലം. കാറ്റിനോടൊപ്പം നടക്കാനും പ്രകൃതിയുടെ ശാന്തത കേൾക്കാനും ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നൊന്നും മാറി നിൽക്കാനും അഞ്ചുമല നമ്മെ വിളിക്കുന്നു. ഇവിടെ നിന്നും മലയിറങ്ങുമ്പോൾ മനസ്സിനുണ്ടായ അവർണ്ണനീയമായ ശാന്തതയും നയനമനോഹരമായ കാഴ്ചകളും ഒരു പിടി ഓർമ്മകളും ബാക്കിയാക്കി ഞങ്ങൾ അഞ്ചുമലപ്പാറയോട് യാത്ര പറയുന്നു. ഇവിടേക്കുള്ള യാത്ര ഒരു അനുഭവം മാത്രമല്ല, ഓർമ്മകളായി മനസ്സിൽ പതിയുന്നൊരു സാഹസിക സഞ്ചാരമാണ്. ടൂറിസം വകുപ്പ് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയാൽ അഞ്ചുമല കേരളത്തിന്റെ മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. ഇത് ഈ പ്രദേശത്തിന്റെ വികസനത്തിനും നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ കരുത്താകും. അതിനാൽ ഈ കാഴ്ചകൾ നേരിൽ കാണാൻ ഒരിക്കലെങ്കിലും എത്തുക. അടുത്തൊരു യാത്രയിൽ വീണ്ടും കാണാം, പുതിയ വഴികളിലേക്കും പുതിയ അനുഭവങ്ങളിലേക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ലൈഫ് ബൈ ഫ്രെയിംസ്. പുതിയ വീഡിയോസ് ലഭിക്കാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ.